ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാനും അതുപോലെ തന്നെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓവർവ്യൂ ചെയ്യാൻ പോകുന്ന നമ്മുടെ DJIന്റെ ഓസ്മോ പോക്കറ്റ് 3 എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വ്ളോഗിങ് ക്യാമറയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഈ സാധനം. നിങ്ങളൊരു ഫോണിലൊക്കെ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് വ്ളോഗിങ്ങും മാത്രമല്ല, നിങ്ങളിപ്പോൾ ടൂർ പോകുമ്പോൾ ട്രിപ്പ് പോകുമ്പോൾ ഒക്കെ നിങ്ങൾ ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ എടുത്ത് വയ്ക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ സാധനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നോർമലി എല്ലാവരും ഫോൺ കൊണ്ടെടുക്കുന്ന വെച്ചാൽ നമുക്കത് കോമ്പാക്റ്റ് ആണ്, നമ്മൾ നോർമലി പോക്കറ്റിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന സാധനമാണ്. മിറർലെസ് ക്യാമറാസ് ആണ് നമ്മളിപ്പോൾ മെയിൻലി പ്രൊഫഷണൽ ആൾക്കാരൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ മിറർലെസ് ക്യാമറാസ് ഒന്നും നമുക്ക് ഇതുപോലെ കൊണ്ടുനടക്കാൻ ഭയങ്കര പാടാണ്. വീഡിയോ എടുക്കാനായിക്കോട്ടെ, ഫോട്ടോ എടുക്കാൻ പിന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി എന്തായാലും കിട്ടില്ല. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും നമ്മുടെ മിറർലെസ് ക്യാമറയുടെ ക്വാളിറ്റി എന്തായാലും കിട്ടില്ല. അറിയായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ലെൻസൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ഫോണിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഒരു വീഡിയോ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം മാറ്റി വെക്കാം. അതിന് ഇത് 2 മോഡലിൽ അവൈലബിൾ ആണ്. നോർമൽ സ്റ്റാൻഡേർഡ് ബോക്സും അതുപോലെ തന്നെ ക്രിയേറ്റർ കോംബോ എന്ന സാധനമുണ്ട്. ക്രിയേറ്റർ കോംബോയിൽ വരുമ്പോൾ നമുക്ക് മൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് നഷ്ടമാണ് ശരിക്കും. 70,000 വരും ക്രിയേറ്റർ കോംബോന്. അപ്പോൾ DJI മൈക്ക് 2 ഒക്കെ നമുക്ക് അതിൽ കിട്ടും. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് DJI മൈക്ക് മിനി വാങ്ങിച്ച് വെക്കാം. എന്താ ചെയ്താൽ ഇതിലൊക്കെ നമുക്ക് ഈ DJIന്റെ ഓസ്മോ പോക്കറ്റ് ആക്ഷനിലായിക്കോട്ടെ, ആക്ഷൻ സീരീസിലായിക്കോട്ടെ, പോക്കറ്റ് സീരീസിലായിക്കോട്ടെ, എല്ലാം നമുക്ക് ഈ ഒരു റിസീവർ മാത്രം ഉണ്ടെങ്കിൽ, ട്രാൻസ്മിറ്റർ മാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്മിറ്റർ മാത്രമായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. 5,000 രൂപയ്ക്കുള്ളൂ. അപ്പോൾ നമുക്ക് 20,000 ലാഭിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡും ബാഗും എല്ലാം കൂടി ഞാൻ ഇതൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ആ ക്രിയേറ്റർ കോംബോയിൽ ഇതുപോലെ ഒരു ബാഗ് കിട്ടുക. ഈ സാധനം ഞാൻ ഇതൊക്കെ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചാൽ എനിക്ക് ഓൾമോസ്റ്റ് 10,000 രൂപ ലാഭമായിരുന്നു മറ്റേ ക്രിയേറ്റർ കോംബോ വാങ്ങിയിട്ടും ഭേദം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സാധനത്തിലേക്ക് പോകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഈ സാധനം വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളത് ഒഫീഷ്യൽ ചാനൽ ത്രൂ മാത്രം വാങ്ങിക്കുക. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് DJI ഇന്ത്യയുടെ വാറണ്ടി കിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഡിസൈൻ ഇൻഫോ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൊക്കെ ഈ സാധനം അവൈലബിൾ ആണ്, പ്രൈസ് കുറച്ചിട്ട്. അതൊന്നും വാങ്ങിക്കരുത്. അവിടെ വാറണ്ടി കിട്ടില്ല. അവർ സെല് ചെയ്യുന്നത് ഗ്ലോബലായിട്ടുള്ള സാധനമാണ്. ഞാൻ DJI ഇന്ത്യയുടെ അവരെ ചാറ്റ് ത്രൂ ഒക്കെ സ്റ്റാറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർ ഗ്രേ മാർക്കറ്റ് സാധനമാണ് വിൽക്കുന്നത്, അതുകൊണ്ടാണ് പ്രൈസ് കുറച്ച് വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാറണ്ടി നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഇന്ത്യയിലത്തെ DJI കസ്റ്റമർക്കാർ തരില്ല വാറണ്ടി. നിങ്ങൾക്കറിയാം ഈ DJI Insta360 GoPro ഒക്കെ ഇന്ത്യയിൽ ഏജൻസി ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ഒഫീഷ്യൽ ഏജൻസി നോർത്തിൽ മുംബൈ ബേസ്ഡും പൂനെ ബേസ്ഡൊക്കെയാണ് മെയിനായിട്ട് ഇവർക്കുള്ളത്. അപ്പോൾ അവരാണ് ഈ വാറണ്ടി തരിക. ഇവർ വാറണ്ടി എന്ന് പറയുന്നത് മെയിനായിട്ട് റീപ്ലേസ് ചെയ്ത് തരും, പുതിയ സാധനം തരും. അപ്പോൾ അങ്ങനത്തെ വാറണ്ടിയാണ് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. ചെറിയൊരു 2,000 3,000 ലാഭത്തിന് നിങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കേടായി കഴിഞ്ഞാൽ പണി കിട്ടും. ഞാൻ ഇവരായിട്ട് കോൺടാക്ട് ഞാൻ ആക്ച്വലി ഈ മൈക്ക് അവരെ നിന്ന് വാങ്ങിച്ചാൽ നമ്മുടെ ഡിസൈൻ ഇൻഫോ. അപ്പോൾ ഞാൻ ഇത് കണ്ടറിയാൻ പറ്റും നിങ്ങൾക്ക് ഇത് വന്നേക്കുന്നത് ഒറിജിനൽ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണോ അതോ ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണോ എന്ന് വെച്ചാൽ ഇന്ത്യൻ മോഡലാണെങ്കിൽ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ 3ാമത്തെ ചാനൽ ഇട്ടുണ്ട്. അപ്പോൾ അതിൽ കാണാൻ നിങ്ങൾക്ക് ഈ DJIന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. DJI ഇന്ത്യയുടെ വാറണ്ടി സംഭവമൊക്കെ ഒരു ഇതിൻ്റെ കവറിന് മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരിക്കും. ഈ ഒഫീഷ്യൽ അല്ലാത്ത ഗ്ലോബൽ സാധനമാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുമ്പോൾ പ്രൈസും ഡീറ്റെയിൽസും ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഈ ബോക്സ് തന്നെയാണ് വരുന്നതെങ്കിൽ ഇതുമ്പോൾ പ്രൈസും സംഭവമൊന്നും ഉണ്ടാവില്ല. ഇത് ഇന്ത്യൻ വരുന്നതാണെങ്കിൽ ഇതിൻ്റെ ഒരു കവറിംഗ് ഉണ്ടായിരിക്കും. അതുമ്പോൾ അവർ ഇന്ത്യൻ ബ്രാൻഡഡ് സ്റ്റിക്കറും സാധനവും പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, വാറണ്ടിയും. അപ്പോൾ അതാണ് ഡിഫറൻസ്. പെട്ടെന്ന് കണ്ടിട്ട് അറിയാൻ പറ്റുന്ന സാധനം. അല്ലാണ്ട് വേറെ ഡിഫറൻസ് അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവരുടെ DJI MIMO ആപ്പ് ത്രൂ ആണ് ഇത് രജിസ്റ്റർ ചെയ്യും ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷേ വാറണ്ടി സമയത്താണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ. ആക്ഷൻ സീരീസ് പിന്നെയും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഈ മൈക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഡ്രോണ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ പോക്കറ്റ് സീരീസ് ക്യാമറാസൊക്കെ കംപ്ലൈൻറ്റ്സ് വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ റിസ്ക് എടുക്കേണ്ടെന്നേ പറയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആക്ച്വലി ഒരു ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇവരുടെ DJIന്റെ ഒറിജിനൽ സാധനം തന്നെയാണ് കേട്ടോ. DJIന്റെ ഞാൻ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചാൽ അത് ഡിസൈൻ ഇൻഫോ തന്നെ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ ബാഗൊന്നും കുഴപ്പമില്ല, വാറണ്ടി ഒന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് ഈ പാക്കേജിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വേറെ ഒരു ക്യാരി കേസ്, അതായത് ഈ DJIന്റെ ഒഫീഷ്യൽ ക്യാരി കേസ് ഇതുപോലത്തെ ഒരു സാധനം, പിന്നെ മെയിൻ നമ്മുടെ ക്യാമറയും, പിന്നെ ഒരു ചെറിയൊരു ട്രൈപ്പോഡ് പോലത്തെ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. അത് അതിൻ്റെ ഉള്ളിലാണെന്നുണ്ട്. നമ്മുടെ ഒരു ട്രൈപ്പോഡിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപ്പോഡും വേറെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് മാത്രമേ അതിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, ക്രിയേറ്റർ കോംബോയിലാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു പവർ ബാങ്ക് കിട്ടും. പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡ് പവർ ബാങ്ക് കിട്ടും. പിന്നെ നമുക്ക് DJI മൈക്ക് 2ൻ്റെ ഒരു റിസീവറും കിട്ടും. പിന്നെ നമുക്ക് ഈ ക്യാരി ബാഗ് കിട്ടും. അത്ര തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻ. പിന്നെ ഒരു വൈഡ് ആംഗിൾ ലെൻസ്, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വേറെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ഒരു ചെറിയ കുട്ടി ട്രൈപ്പോഡും കിട്ടും. അപ്പോൾ കുട്ടി ട്രൈപ്പോഡ് അതിന് 1,500 രൂപയ്ക്ക് DJI നമുക്ക് വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. എന്താ വെച്ചാൽ ചെറിയ സാധനം നമുക്ക് ആമസോണിൽ പോയി സുഖമായിട്ട് വാങ്ങിക്കാവുന്നുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിൽ ആക്ച്വലി നമുക്ക് ഇനീഷ്യലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കുറച്ച് നമുക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ സെറ്റപ്പ് ഞാൻ ആക്ച്വലി നമ്മുടെ മെയിൻ ചാനലിൽ ഇതിൻ്റെ അൺബോക്സിങ് സംഭവം ഫുള്ളായിട്ട് അൺബോക്സിങ് ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ആമസോണിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഒരു എന്താ പറയുക, ഒരു ബെസ്റ്റ് വ്ളോഗിങ് ക്യാമറ, അതായത് ഇതിൽ 1 ഇഞ്ച് സെൻസറൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ക്രിയേറ്റർ കോംബോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ
ബാറ്ററി പാക്ക് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് 1 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുത്ത് പോകട്ടെ. ഭയങ്കര കോമ്പാക്റ്റ് ആണ്. ഗിംബിൾ സിസ്റ്റം ഉള്ളതാണ്, വാട്ടർ പ്രൂഫ് അല്ല. ഗിംബിൾ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റെഡി നല്ല സ്റ്റഡി സാധനം കിട്ടും. ഇത്രയേ ഉള്ളൂ സാധനം കേട്ടോ. ഇത് അവനൊരു കേസാണ്. അപ്പോൾ ഈ കേസ് നമുക്ക് ബോക്സിനുള്ളിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് മാഗ്നറ്റിക് കേസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് സാധനം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഗിംബൽ വരുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ അനങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിലൊരു മെമ്മറി കാർഡ് ഇടാൻ മറക്കരുത്. അപ്പോൾ മെമ്മറി കാർഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സാൻഡിസ്കിൻ്റെ എക്സ്ട്രീമോ അല്ലെങ്കിൽ എക്സ്ട്രീം പ്രോവോ വാങ്ങിക്കാൻ മറക്കരുത്. അല്ലാത്ത പക്ഷം ഇത് സ്ലോ എന്ന് കാണിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഡാറ്റ ലീക്കും അല്ലെങ്കിൽ തന്നെ ക്ലോസ് ആവാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ എപ്പോഴും എക്സ്ട്രീം അല്ലെങ്കിൽ എക്സ്ട്രീം പ്രോ അല്ലെങ്കിൽ ഇതേ റേഞ്ചിൽ വരുന്ന റീഡ് ആൻഡ് റൈറ്റ് സ്പീഡുള്ള കാർഡ് ഉപയോഗിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ ഈ സ്പീഡിൽ കിട്ടുന്ന ഈ സാധനമാണ്. പിന്നെ ലെക്സറിൻ്റെ ഒക്കെ ഉണ്ട് ഹൈ ക്വാളിറ്റി, പിന്നെ അതായത് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഞാൻ ആക്ച്വലി DJIൻ്റെ വേറെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ DJIൻ്റെ ആക്ഷൻ 4 ആണത്. ഇത് ഞാൻ ഓൾമോസ്റ്റ് 1 ഇയർ പ്ലസ് ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇത് ആക്ഷൻ 2 ആണ്. ഇത് കണ്ടു. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. 15,000 രൂപയ്ക്ക് ഈ സാധനം കിട്ടുന്നുണ്ട്. അതിന് ഫുൾ വീഡിയോ കാണാത്തൊരു പോയി കണ്ടു നോക്കട്ടെ. എന്താ വെച്ചാൽ ഇത് വേർത്താണെന്ന സംഭവമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ മെമ്മറി കാർഡ് നമുക്ക് ഇടാനുള്ള സ്ലോട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ മെമ്മറി കാർഡ് ഇടാണ്. നമ്മൾ വേറെ ഏതെങ്കിലും മെമ്മറി കാർഡ് എടുത്ത് ഇടുകയാണെങ്കിൽ അതിൽ കാണിക്കും സ്ലോ ആണെന്ന് പറഞ്ഞാൽ കാണിക്കും. അപ്പോൾ ഞാൻ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് 64 GB ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓൺ ആക്കാൻ ഒരു പാടില്ല. ഈ സാധനം വെറുതെ പൊന്നിച്ച് കൊടുത്താൽ മതി. അപ്പോൾ സാധനം DJI ഓൺ ആയി കണ്ടു. അപ്പോൾ സാധനം ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഫുട്ടേജ് അതിൽ കൊടുക്കാട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ ഒന്നും കാണിക്കുന്നില്ല. മറ്റേ ഞാൻ ഇതിനായിട്ടും റേറ്റ് കുറഞ്ഞ സാംസങ്ങിൻ്റെ ഇപ്പോൾ സാൻഡിസ്കിൻ്റെ തന്നെ അൾട്രാ ഇട്ടാലും അവർ കാണിക്കും. സാംസങ്ങിൻ്റെ EVO Plus ഇട്ടാലും അവർ കാണിക്കും. സ്പീഡ് സ്ലോ എന്ന് കാണിക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഞാൻ ഇതേ നമ്മുടെ സ്റ്റുഡിയോയിലായിട്ട് ആകെ ഒരു സ്റ്റുഡിയോയിലായിട്ട് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളൂ. ഞാൻ അവരോട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാനോണിൻ്റെ R50 എന്ന് പറഞ്ഞാൽ നമ്മുടെ മിറർലെസ് ക്യാമറയിലാണ്. ഇനി ഞാനിപ്പോൾ ഇതിൽ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാൻ നമ്മുടെ ഈ ഓസ്മോ ആക്ഷനിലും ആകെ മാറിപ്പോൾ എല്ലാത്തിനും ഓസ്മോ ആണ്. പോക്കറ്റ് 3യിലത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൽ ഓണാക്കാൻ പോവുകയാണെന്ന് കൂടെ കാണുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ അത് ഇടയ്ക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ രണ്ടെണ്ണത്തിലും. ഇപ്പോൾ ഇതിൽ ഗിംബലിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മൈക്കൊക്കെ ഇതിലും കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓട്ടോമാറ്റിക്കലി മൈക്ക് കണക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ ലോ ലൈറ്റ് ആയാലും നല്ല പെർഫോമൻസ് വരും. എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് 1 ഇഞ്ച് സെൻസർ വരുന്നുണ്ട്. അല്ലാതെ പക്ഷെ ഇപ്പോൾ സൺലൈറ്റൊക്കെ ആണെങ്കിൽ ഈ സാധനം കിടുവാണ്. എന്ന് വെച്ചാൽ എൻ്റെ ആക്ഷൻ 4 ഇതിൽ ഞാൻ കുറേ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്. കാറിലൊക്കെ എടുക്കുമ്പോഴും ഈ സാധനം എടുക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു നമ്മുടെ പുതിയ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയതിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്. അതിൻ്റെ വരുന്നായിരുന്നു റോർ ക്രെഡിറ്റ് കാർഡ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ക്വാളിറ്റി പോയി നോക്കി നോക്കട്ടെ. ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് 1 ഇയർ പ്ലസ് 1.5 കൊല്ലം മുമ്പത്തെ ക്യാമറയാണ് ഇവരുടെ ആക്ഷൻ ക്യാമറ. അപ്പോൾ ആക്ഷൻ ക്യാമറയിൽ അത്രയും ഗുഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഒരു ലാഗോ സംഭവങ്ങളൊന്നും ഇല്ല. ഇവരെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. സ്മൂത്താന്ന് അറിയോ. അത് കണ്ടു പഠിക്കണം GoPro ഒക്കെ. ഞാൻ ഇതിനുപോലെ GoPro 9 10 ഇവിടുത്തെ മതിയേക്ക് എടുത്ത് കളഞ്ഞ സാധനമാണ്. അത്രയും വേസ്റ്റ് സാധനം. പകുതി GB അത് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ലാഗ് അടിച്ചാവും. അപ്പോൾ ഇതിൽ ഇത്ര കാര്യം ഞാനിപ്പോൾ ഇത്ര നേരം ഇതിലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ക്ലിപ്പ് ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സ്ക്രീനും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പോർട്രേറ്റ് ഷോട്ടിലെടുക്കാം അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഷോട്ടിലെടുക്കാം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പോർട്രേറ്റ് ഷോട്ടാക്കും. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് ഓട്ടോ ഓഫ് ഔട്ടായി. ഈ പൊസിഷൻ വരുന്നവരെ ഓഫ് ചെയ്യാനുള്ളൊരു മോഡാണ്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം റെഡി മോഡിലാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പായിട്ട് മാറും കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി വരുന്നതാണ്. ഗിംബലാണ്. നമുക്ക് ഇങ്ങനെ ആയാലും സാധനം നല്ല ഗിംബിൾ വരും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് വരുന്നൊരു സാധനം എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം കേട്ടോ. അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഞാൻ ഇതിൽ വേണമെങ്കിൽ ഒരു പിക്ചർ എടുത്ത് കാണിച്ചു തരാം. നമുക്കിതിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ DJIൻ്റെയും ഒരേ സെറ്റിങ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത വീഡിയോ കാണുന്നത്. നമുക്ക് സെറ്റിങ്സിൽ പോകാൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. 4K വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഓവറോൾ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ക്യാമറ എഫക്ട്സും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പ്രോ മോഡ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഓൾറെഡി എടുത്ത വീഡിയോസ് കാണാനുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മോഡ് ഞാൻ മാറ്റിയിട്ട് ഇതാണ് നമ്മുടെ വീഡിയോ മോഡ്. ഒരു താഴെ ടച്ച് ചെയ്താൽ മതി. വീഡിയോ മോഡ് ഉണ്ട്, ഫോട്ടോ മോഡ് ഉണ്ട്, പിന്നെ ലോ ലൈറ്റ് മോഡ് ഉണ്ട്, പിന്നെ സ്ലോ മോഷൻ ഉണ്ട്, പിന്നെ ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ മോഡിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഫോട്ടോ എടുത്തു കേട്ടോ. ഈ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാം, നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ DJIൻ്റെ ആക്ഷൻ 4 ഇട്ടാ. ഈ സാധനം വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ഗാഡ്ജറ്റ് ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് ഈ മൈക്ക് നല്ല ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ വ്ളോഗിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ സാധനം നമ്മളെ ട്രാക്കൊക്കെ ചെയ്യും. നമുക്കിത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് മൂവ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സാധനമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ട്രൈപോഡിലൊക്കെ ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് ഞാൻ അതിൽ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ട്രൈപോഡിൽ ഞാൻ ഇപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതിലാണ്. അപ്പോൾ ഇതിൽ ഞാൻ എന്നിട്ട് കാണിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി കാണാനൊക്കെ. അപ്പോൾ ഇതിലും ഷൂട്ട് ചെയ്ത് ഈ സാധനം നമുക്ക് അങ്ങോട്ട് മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ സാധനം നമ്മളെ ഫോളോ ചെയ്ത് വന്നോളും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരാളായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ സഹായം സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പ്രത്യേകിച്ച് ചില മോഡൽ ടൈപ്പ് ഓഫ് ഷൂട്ടിങ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കേസാണിത്. ഈ കേസ് കണ്ടു, ഇതൊരു DJIൻ്റെ ബ്രാൻഡഡ് കേസ് തന്നെയാണ്. ഒരു പ്ലാസ്റ്റിക് കേസാണ്, റബ്ബറൈസ് ഫിനിഷൊക്കെ വരുന്ന ഒരു പ്ലാസ്റ്റിക് കേസാണ്. പക്ഷേ ബാക്ക് എക്സ്പോസ്ഡ് ആണ് കേട്ടോ. ഈ സാധനം നിലത്ത് വീഴാണ്ടൊക്കെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ വാട്ടർ ആവാണ്ട് സൂക്ഷിക്കുക എന്ന് വെച്ചാൽ ഇതിനൊന്നും പ്രൊട്ടക്ഷൻ ഇല്ല. ഗിംബിളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് നിലത്ത് വീണാൽ കൂടുതലാണ്. അതുപോലെ തന്നെ വാട്ടർ കയറി കഴിഞ്ഞാലും പണി കിട്ടും. പ്രൂഫ് എന്താ പറയുക, റഗ്ഗഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയൊന്നും അല്ല കേട്ടോ പോക്കറ്റ് സീരീസ്. അതിനൊക്കെ നിങ്ങൾ ആക്ഷൻ സീരീസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ DJI ആക്ഷൻ. എപ്പോഴും DJI ആക്ഷൻ എന്നാണ് വരിക. നിങ്ങൾ DJI ആക്ഷൻ വാങ്ങിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ പ്രത്യേകിച്ച് ഇൻഡോറൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ സാധനം വാങ്ങിക്കേണ്ട. എന്താ വെച്ചാൽ അതിൽ സെൻസർ സൈസ് കുറവാണ്. അപ്പോൾ ലോ ലൈറ്റിൽ നിങ്ങൾ നല്ല ഷേക്കിങ് കാര്യങ്ങളൊക്കെ വരും. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ മോട്ടോ വ്ളോഗിങ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ഷൻ സീരീസ് ചെയ്താലും ഉപയോഗിക്കാം. 15,000 രൂപ ബഡ്ജറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ 2 പോകാം. ഇപ്പോഴും ഈ സാധനം കൊള്ളാം. ഇത് പുതിയ മോഡലാണ്. ഇൻബിൽഡ് 128 GB വരുന്നൊരു മോഡലാണ്. പണ്ട് നമുക്ക് 32 GB ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇൻബിൽഡായിട്ട് 128 GB വരുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ മെമ്മറി കാർഡിനൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവ് കേസും അതുപോലെ തന്നെ ഹെഡ് ബാൻഡ് അങ്ങനത്തെ കുറേ അക്സസറീസ് കിട്ടുന്നുണ്ട് 15,000 രൂപയ്ക്ക്. ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ ടാഗ് ചെയ്ത് തുറക്കാം. ഈ സാധനവും ആക്ഷൻ 4 ഉണ്ട്. ഇപ്പോൾ ഇത് ഒരു മുമ്പത്തെ വേരിയൻ്റ് ആണ്. ആക്ഷൻ 5 Pro സാധനം ഉണ്ടായാലും നമുക്ക് ഇൻബിൽഡ് സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൂടിയിട്ടുണ്ട്. വലിയ ഡിഫറൻസ് ഒന്നും വീഡിയോ ക്വാളിറ്റിയിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒരു 7,000 രൂപ 6,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ അത് ബണ്ടിൽ ഓഫറൊക്കെ ആയിട്ട് ആക്ഷൻ 5 Pro ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. അല്ലെങ്കിൽ 4 വാങ്ങിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. നല്ല കയ്യിലുള്ള സാധനം തന്നെയാണ്. ഇപ്പോഴും 2025 നിങ്ങൾക്ക് ആക്ഷൻ 4 സുഖമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക പോക്കറ്റ് 3ൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കാനോണിൻ്റെ ആക്ഷൻ 4 ആണ്. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ സോഫ്റ്റ്വെയറിൽ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അതിലിപ്പോൾ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് എൻ്റെ റിമോട്ടില്ല, റിമോട്ട് കിട്ടാനുമില്ല. ഞാൻ കുറേ നോക്കി വാങ്ങിക്കേണ്ട. അല്ലെങ്കിൽ സോണിയുടെ ZV-8 ഉണ്ട് വേറെ. അതിലാണ് ഞാൻ ഇത്ര കാലം ഷൂട്ട് ചെയ്യാറ്. അതിപ്പോൾ എനിക്ക് ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ റീസെൻ്റ് എനിക്കൊരു പണി തന്നു. എന്താ വെച്ചാൽ എന്താ പറയുക ഫംഗസും ഡസ്റ്റൊക്കെ കയറിയിട്ട് ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ ക്യാബിനറ്റ് വാങ്ങിച്ച് വെച്ചിരിക്കുക ക്യാമറേൻ്റെ. അപ്പോൾ അതിലാണെങ്കിൽ എനിക്ക് അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ഇതിൽ പക്ഷേ അതില്ല, കിട്ടാനില്ല. ഇത് ഇവർക്ക് ഒരു റിമോട്ടൊക്കെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ M50 Mark II ഒക്കെ പറഞ്ഞ ഒരു റിമോട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഉണ്ടായിരുന്നു പണ്ട് M50 Mark II ഉള്ള സമയത്ത്. ഇതെൻ്റെ 4ാമത്തെ കാനോണിൻ്റെ ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തൂർ പോയി കണ്ടുപോകാം. ഇതും ആമസോണിൽ വാങ്ങിച്ചാണ്, വൈറ്റ് കളർ. കാണാത്തൂർ പോയി കണ്ടുപോകാം. അവരൊരു ബഡ്ജറ്റ് റേഞ്ചും റെല്ലസ് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ സാധനം ബെസ്റ്റ് ആട്ടാ. നല്ല ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ലെൻസൊക്കെ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. മറക്കണ്ട നോക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്തൂർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അംശങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ, അതായത് ഇത് കാണാത്തൂർ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിക്കാത്തവർ പഠിക്കാൻ മറക്കണ്ട. ബൈ. റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ അത് ഇടയ്ക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. രണ്ടെണ്ണത്തിലും. ഇപ്പോൾ ഇതിൽ ഗിംബലിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മൈക്കൊക്കെ ഇതിലും കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓട്ടോമാറ്റിക്കലി മൈക്ക് കണക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ ലോ ലൈറ്റ് ആയാലും നല്ല പെർഫോമൻസ് വരും. എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് 1 inch സെൻസർ വരുന്നുണ്ട്. അല്ലാതെ പക്ഷേ ഇപ്പോൾ സൺലൈറ്റൊക്കെ ആണെങ്കിൽ ഈ സാധനം കിടുവാണ്. എന്ന് വെച്ചാൽ എൻ്റെ ആക്ഷൻ 4 ഇതിൽ ഞാൻ കുറേ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്. കാറിലൊക്കെ എടുക്കുമ്പോഴും ഈ സാധനം എടുക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു നമ്മുടെ പുതിയ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയതിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്. അതിൻ്റെ വരുന്നായിരുന്നു റോർ ക്രെഡിറ്റ് കാർഡ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ക്വാളിറ്റി പോയി നോക്കി നോക്കട്ടെ. ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് 1 year പ്ലസ് 1.5 കൊല്ലം മുമ്പത്തെ ക്യാമറയാണ് ഇവരുടെ ആക്ഷൻ ക്യാമറ. അപ്പോൾ ആക്ഷൻ ക്യാമറയിൽ അത്രയും ഗുഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഒരു ലാഗോ സംഭവങ്ങളൊന്നും ഇല്ല. ഇവരെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, സ്മൂത്താണെന്നറിയോ. അത് കണ്ട് പഠിക്കണം GoPro ഒക്കെ. ഞാൻ ഇതിനുപോലെ GoPro 9 10 ഒക്കെ എടുത്ത് മതിയാക്കി എടുത്ത് കളഞ്ഞ സാധനമാണ്. അത്രയും വേസ്റ്റ് സാധനം. പകുതി GB അത് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ലാഗ് അടിച്ച് ചാവും. അപ്പോൾ ഇതിന് ഇത്ര കാലം ഞാനിപ്പോൾ ഇത്ര നേരം ഇതിലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ക്ലിപ്പ് ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സ്ക്രീനും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പോർട്രേറ്റ് ഷോട്ടിലെടുക്കാം, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഷോട്ടിലെടുക്കാം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പോർട്രേറ്റ് ഷോട്ട് ആക്കും. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് ഓട്ടോ ഓഫ് ഔട്ടായി. ഈ പൊസിഷൻ വരുന്നവരെ ഓഫ് ചെയ്യാനുള്ളൊരു മോഡാണ്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം റെഡി മോഡലാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പായിട്ട് മാറും കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി വരുന്നതാണ്. ഗിംബലാണ്. നമുക്ക് ഇങ്ങനെ ആയാലും സാധനം നല്ല ഗിംബൽ